ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഹാൽവിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനുശേഷമായിരിക്കും പ്രൈസ് അനാലിസിസ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് 61,000 USD ആണ്. ഏറ്റവും ടോപ്പ് പോയിട്ടുള്ളത് 73,765 USD ആണ്. ഏകദേശം 1, 2, 3 തവണ ഏകദേശം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ടച്ച് ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക് ആകുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് പറയാം. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഹൈയിലാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് ഏകദേശം 2,300 USD. ഒറ്റ ക്യാൻഡിൽ സ്റ്റിക്കായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലോങ് ഗോൾഡിൽ പോയിട്ട് കൂടുതൽ ചെയ്യരുത്. കാരണം ഏറ്റവും ടോപ്പ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഒരു 6-7 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യ, തുർക്കി, ചൈനയൊക്കെ കൂടുതൽ വന്നിട്ട് ബൈ ട്രെൻഡ് എന്ന രീതിയിൽ അവർ കൂടുതൽ വന്നിട്ട് സ്വർണം, ഗോൾഡ് ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈ എന്ന രീതിയിൽ ഗോൾഡ് ഹൈയിലോട്ട് പോകാം ഒരു 6-7 മാസത്തിനകം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഗോൾഡിൻ്റെ പ്രൈസ് ഏറ്റവും ടോപ്പ് ഹൈയിലോട്ട് പോയിട്ടുണ്ട്. അവർ സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെല്ല് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ എല്ലാവരും വന്നിട്ട് ബൈയിലോട്ട് പോകുന്ന ടൈമായിരിക്കും അവർ സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഡൗണിലോട്ട് വേണമെങ്കിൽ വീഴാം ഗോൾഡിൻ്റെ പ്രൈസ്. അങ്ങനെ വീഴുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വേണമെങ്കിലും പെട്ടെന്ന് ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഹാൽവിങ്ങുമായി ബന്ധപ്പെട്ട് ബിറ്റ്കോയിൻ ഹാൽവിങ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിറ്റ്കോയിൻ ഹാൽവിങ്ങിന് ഇനി ഏകദേശം 2 ദിവസം മാത്രമാണുള്ളത്. 2 ദിവസം 7 മണിക്കൂർ മാത്രമാണ്. ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് റിവാർഡ് എന്ന് പറയുന്നത് ഏകദേശം 6.25 BTC നിന്ന് 3.125 BTCയിലോട്ട് മാറുകയാണ്. ഏകദേശം 100% ഡൗണിലോട്ട് പോവുകയാണ്. 4 വർഷത്തിലൊരിക്കൽ 100%, അതായത് 6.25 BTC നിന്നും 3.125 BTCയിലോട്ട് മാറുകയാണ്. അതായത് സപ്ലൈ എന്ന് പറയുന്നത് കുറയുകയാണ്, ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയാണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുതൽ പല ഇൻസ്റ്റിറ്റ്യൂഷനും വന്നിട്ട് ഹൈ എന്ന രീതിയിൽ ബൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ പുതിയൊരു ഹൈയിലോട്ട് പോകാം. 1 lakh USD ഒക്കെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകാം. ഓക്കെ, അതാണ് ഹാൽവിങ് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹാൽവിങ് വരുന്ന ടൈം എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്ന ഹൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഹൈ ആക്കുന്നതനുസരിച്ച് ഏകദേശം മാർക്കറ്റിൽ ഹൈ എന്ന രീതിയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് പണി നടത്തുന്നത്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാൽവിങ് ടൈം എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് വന്നിട്ട് നേരത്തെ ഒരു 6 മാസം മുമ്പേ അവർ ബൈ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതനുസരിച്ച് വന്നിട്ട് അവർ കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ എന്ന രീതിയിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഒരു മാർക്കറ്റിലെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവ് ന്യൂസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് വന്നിട്ട് ഹാക്ക് ആകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് വരികയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ ക്രാഷിലോട്ട് പോകാം. ആ ക്രാഷ് ആവുന്ന ടൈം വേണമെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ വേണമെങ്കിൽ നിൽക്കാം. കാരണം ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിൽ മാത്രമുള്ള ഇഷ്യൂ ആണ്. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഏതെങ്കിലും പ്രമുഖമായിട്ടുള്ള എക്സ്ചേഞ്ച് വന്നിട്ട് ഹാക്കായി അല്ലെങ്കിൽ അവർ പൂട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ പെട്ടെന്ന് ഡൗണിലോട്ട് വേണമെങ്കിൽ വീഴാം. FTX എക്സ്ചേഞ്ച് അതിനൊരു ഉദാഹരണമാണ്. FTX എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം പെട്ടെന്ന് നല്ല രീതിയിൽ ഡൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് USDT INR എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഹൈ എന്ന രീതിയിൽ 83.60 ആണ് ടച്ചായി നിൽക്കുന്നത്. ഏകദേശം ഹൈ ആണ്. ഏകദേശം അതിന് മുമ്പ് 82.67 നിന്നാണ് അപ് ട്രെൻഡ് ആയിട്ട് 83.73 പോയത്. പിന്നെ 83 രൂപ 19 പൈസ വന്നിട്ട് വീണ്ടും 83 രൂപ 75 പൈസ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫോറക്സും ക്രിപ്റ്റോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ബന്ധമൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 2 ഡെമോ കാണിച്ചു തരാം. കണ്ടോ, യൂറോ USD എന്ന് പറയുന്നത് ഡൗണിലാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈയിലാണ്. ഇനി അടുത്ത് GBP USDയും സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, GBP USDയും ഏറ്റവും ഡൗൺ എന്ന രീതിയിലാണ് ട്രെൻഡ് നിൽക്കുന്നത്. നമ്മുടെ യൂറോ USDയും GBP USDയും സെയിം ട്രെൻഡാണ്, പക്ഷേ ഓപ്പോസിറ്റാണ്. ക്രിപ്റ്റോയ്ക്കും ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്ത് USD JPY നോക്കുക, ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഏറ്റവും പുതിയൊരു ഹൈയിലാണ് USD JPY നിൽക്കുന്നത്. അതുകൊണ്ട് കറൻസി എന്ന് പറയുന്നത് എപ്പോഴും ട്രേഡ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കറൻസിയുടെ ട്രേഡും ഒരിക്കലും ബിറ്റ്കോയിൻ്റെ ട്രേഡും ഗോൾഡിൻ്റെ ട്രേഡുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ വെർജ്
ഉണ്ടോ വെർജൊക്കെ ഏറ്റവും ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. വീണ്ടും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പുതുതായിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ് 0.005. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 0.003ക്ക് താഴെ പോകുന്നതായിരിക്കും. എതീരിയം കണ്ടോ ഏകദേശം 2500 വന്നിട്ടാണ് ഇപ്പം 3000 നിൽക്കുന്നത്. ഇതൊക്കെ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. മിക്കവരും അത് യൂസ് ചെയ്ത് നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് നേടുന്നതായിരിക്കും. അടുത്ത സൊളാന ഏകദേശം കണ്ടോ 117 വരെ വന്നു. ഏറ്റവും ടോപ്പ് 209 പോയിട്ട് കണ്ടോ 117, 19 വരെ പോയിട്ട് ഇപ്പം 138 നിൽക്കുന്നത്. ഇതിൽ EOS നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ലോങ് ടൈമിന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ EOS 0.75 ബൈ ചെയ്യാം. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ 0.50ക്ക് താഴെ വീണ്ടും EOS വരുന്നതായിരിക്കും. മാറ്റിക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിക്കിൻ്റെ അകത്തും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ 0.6 പോയിട്ട് 0.69 നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MXC ടോക്കൺ കണ്ടോ ഏറ്റവും ടോപ്പ് ഏകദേശം $6 പോയിട്ട് വീണ്ടും ഡൗൺ വന്നിട്ട് വീണ്ടും ഹൈ ട്രെൻഡിലാണ് നിൽക്കുന്നത്. വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. MXC ടോക്കൺ എത്രയാണ് സെൽ ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മുമ്പുള്ള വീഡിയോ പോയി വാച്ച് ചെയ്യുക. അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിറ്റ്കോയിൻ ഹാൽവിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയ ഹൈ നോക്കി വീണ്ടും പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. ഓക്കെ, ഇനി ഷിബ കുറേ പേർ കേട്ടിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സ് വന്നിട്ട് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. പക്ഷേ ലോങ് ടൈമിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും 150-200% ഡൗണിലോട്ട് ഷിബയുടെ പ്രൈസും വരുന്നതായിരിക്കും. മറ്റുള്ള എല്ലാ ആൾട്ട് കോയിൻസ് 200% താഴെ ഡൗണിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ വരുന്നതായിരിക്കും. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്.